അല്ല, അദ്ദേഹത്തിന് അത് സമ്മതിക്കണം. അവരുടെ മുമ്പിൽ പോയി നിന്നിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഏത് കർഷകരുടെ പ്രശ്നത്തിനാണ് ഈ ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കിയത്? നെല്ല് സംഭരിക്കാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട്. ഈ പാവപ്പെട്ട കർഷകൻ വയലിൽ കൃഷി ചെയ്ത് അത് ഉണ്ടാക്കുന്നത് കൂടിക്കിടക്കുകയാണ്, നനഞ്ഞുപോയി ഇല്ലേ? കോട്ടയത്തടക്കം ഞങ്ങൾ എല്ലാവരും വന്നതാണ്. എത്ര സ്ഥലത്താണ്, കുട്ടനാട് ഉൾപ്പെടെ ആ നെല്ല് സംഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. റബ്ബറിന്റെ ഈ സപ്പോർട്ട് പ്രൈസ് അത് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ ചെറുവിരൽ അനക്കിയില്ല ഈ ഗവൺമെന്റ്. പല സർക്കാരുകളും പല സംസ്ഥാന ഗവൺമെന്റുകളും വിദേശത്തുള്ള പല രാജ്യങ്ങളും പരമ്പരാഗതമായ രീതിയിലും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. കാടിനകത്ത് ബലവൃക്ഷങ്ങൾ നട്ടുവളർത്തിയും ജലാശയങ്ങൾ ഉണ്ടാക്കിയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒന്നും ചെയ്തില്ല. ആന ചവിട്ടിക്കൊന്ന കഷ്ടമായി പോയി എന്നുള്ളൊരു പ്രസ്താവന മാത്രം വനമന്ത്രിയുടെ അടുത്തുനിന്ന് വരും. കടുവ കടിച്ചു വന്ന അത് അതിലും കഷ്ടമായി പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം വരുന്നു. ഇതുവരെ ചെറുവിരൽ പോലും അനക്കാതെ നിസ്സംഗരായിരിക്കുന്ന ഒരു വനം വകുപ്പിനെ മടിയിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇൻഫാമിന്റെ സമ്മേളനത്തിൽ വന്നിത് പറയാനുള്ള അസാമാന്യമായ തൊലിക്കെട്ടിയാണ്. അവരെ അതെല്ലാം അനുഭവിക്കുന്ന പാവങ്ങളെ ഞാൻ ചോദിക്കട്ടെ, ഈ മലയോരത്ത് പണ്ട് കപ്പയായിരുന്നല്ലോ പ്രധാനം, കിഴങ്ങ് കൃഷിയും. കപ്പ പറ്റില്ല, ചേന പറ്റില്ല, ചേമ്പ് പറ്റില്ല, എല്ലാം പന്നി എടുത്തുകൊണ്ട് പോകും. വാഴത്തോട്ടം ആന നശിപ്പിച്ചു കളയും. പ്ലാവ് വെട്ടിമാറ്റിയാണ്, ചക്കയുള്ളതുകൊണ്ട് ആന വരുന്നതുകൊണ്ട്. മഞ്ഞങ്ങ പരുവത്തിൽ നാളികേരം കയറി കുരങ്ങനിട്ടുകൊണ്ട് പോവുകയാണ്. മലയെണ്ണാൻ ഇത് ചെയ്യുവാണ്. ഒരു തരത്തിലും കർഷകരെ ജീവൻ അപകടത്തിലാവുക. കൃഷിസ്ഥലങ്ങൾ മുഴുവൻ തകരുകയാണ്. ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് വെറുതെ വന്ന് മീറ്റിംഗിൽ ഇങ്ങനെ പറയാൻ, മുഖ്യമന്ത്രി ആയതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ തിരിച്ച്.